നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലും സമുദായ മണ്ഡലങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന പുതിയൊരു സംഭവ വികാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. NSSും മുൻ മന്ത്രി KV ഗണേഷ് കുമാറും തമ്മിൽ നിലനിൽക്കുന്ന രൂക്ഷമായിട്ടുള്ള തർക്കത്തിലേക്കാണ് പുതുപ്പള്ളി MLAയും ഉമ്മൻചാണ്ടിയുടെ മകനുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പ്രവേശിച്ചതോടെ രാഷ്ട്രീയ അന്തരീക്ഷം പൂർണ്ണമായിട്ടും ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുന്നത്. ആരംഭത്തിൽ വിഷയം പരസ്യമായി ചർച്ച ചെയ്യാൻ മടി കാണിച്ചെങ്കിലും ഒടുവിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ചാണ്ടി ഉമ്മൻ രംഗത്തെത്തുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെയൊക്കെ തന്നെ ചോദ്യങ്ങൾക്ക് മറുപടിയായി NSS ആസ്ഥാനത്തെത്തുന്ന ഏതൊരാളോടും വളരെ മാന്യമായ രീതിയിലാണ് സുകുമാരൻ നായർ പെരുമാറുന്നതെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അപമാനിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ കേവലം വില കുറഞ്ഞതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. സുകുമാരൻ നായർ കേരള പൊതുസമൂഹത്തിന് തന്നെ വലിയൊരു സ്വത്താണെന്നും ഓരോ വ്യക്തികൾക്കുമുള്ള തനതായിട്ടുള്ള പ്രവർത്തന ശൈലിയെ തെറ്റായ രീതിയിൽ വക്രീകരിച്ചു കാണിക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഉള്ള ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന കോട്ടയം ജില്ലയിലെയും പരിസരങ്ങളിലെയും രാഷ്ട്രീയ വോട്ട് ബാങ്കുകളിൽ വലിയ ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോട്ടയം രാഷ്ട്രീയത്തിൽ എക്കാലവും വലിയ സ്വാധീനമുള്ള രണ്ട് ഘടകങ്ങളാണ് ചങ്ങനാശ്ശേരി ആസ്ഥാനമായിട്ടുള്ള NSSും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും. അതുകൊണ്ട് തന്നെ KM മാണിയെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നേതാക്കൾ വെച്ചു പുലർത്തിയ അതേ സമുദായ ബന്ധവും ആദരവും കാത്തുസൂക്ഷിക്കാനാണ് ചാണ്ടി ഉമ്മനും ശ്രമിക്കുന്നത്. സുകുമാരൻ നായർ ഉന്നയിച്ച നിലപാടുകളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ എതിർപ്പുകളോ ഒക്കെ ഉണ്ടായിരിക്കാമെങ്കിലും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത് ഗണേഷ് കുമാറാണ് എന്നത് NSSനുള്ളിലെ സമുദായ അംഗങ്ങളെ ഒറ്റക്കെട്ടാകാൻ ഇവിടെ പ്രേരിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു മഹാപ്രസ്ഥാനത്തിനകത്ത് ഉയർന്നു വന്ന ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളെയും അസ്വാരസ്യങ്ങളെയും ജനാധിപത്യപരമായിട്ട് കാണാൻ പലരും തയ്യാറായെങ്കിലും പൊതുമണ്ഡലത്തിൽ നിരന്തരം വിവാദങ്ങളിൽപ്പെടുന്ന ഒരു വ്യക്തി പ്രസ്ഥാനത്തെ നയിക്കുന്ന ജനറൽ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞപ്പോൾ കരയോഗങ്ങൾ ഒന്നടങ്കം നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമുദായ സംഘടനകൾ അനാവശ്യമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും ചില നേതാക്കൾ പരസ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കാറുണ്ട് എന്നത് സത്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ചില തുറന്നു പറച്ചിലുകളൊക്കെ തന്നെ ഉയർന്നതും എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഗണേഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും മുൻപ് നിരവധി ആരോപണങ്ങൾ നേരിട്ടുള്ള ഗണേഷ് കുമാർ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയതോടെ സമുദായത്തിൻ്റെ ഭാവിയെയും നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ഭയം സാധാരണക്കാരായിട്ടുള്ള നായർ സമുദായ അംഗങ്ങൾക്കിടയിൽ പടർന്നു. അധികാരമോഹങ്ങൾ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയക്കാരുടെ കളിപ്പാവയായി സംഘടന മാറരുത് എന്ന ചിന്തയിലാണ് സുകുമാരൻ നായരുടെ ചില ശൈലികളോട് വിയോജിപ്പുള്ളവർ പോലും ഗണേഷ് കുമാറിൻ്റെ നീക്കങ്ങളെ ചെറുക്കാൻ നിർബന്ധിതരായത്. ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടേ നിലനിൽക്കുന്ന കുടുംബ ബന്ധത്തിൻ്റെയും രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെയും തുടർച്ചയായിട്ടാണ് പലരും ചാണ്ടി ഉമ്മൻ്റെ ഈ ഇടപെടലിനെ ഇവിടെ വിലയിരുത്തുന്നത്. മുൻകാലങ്ങളിൽ സമുദായ നേതാക്കളും ഭരണാധികാരികളും തമ്മിൽ പരോക്ഷമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മാന്യമായിട്ടുള്ള നയതന്ത്രത്തിലൂടെ പരിഹരിക്കാനാണ് മുതിർന്ന നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലീസിനെയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് എതിരാളികളെ വേട്ടയാടുന്ന രീതി വർദ്ധിച്ചു വരികയാണെന്നും അത് പൊതുപ്രവർത്തന രംഗത്തെ നിലവാരം തകർത്തുവെന്നും ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇത്തരമൊരു അന്തരീക്ഷത്തിൽ NSS എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്വയം ഭരണാധികാരവും അതോടൊപ്പം തന്നെ അന്തസ്സും നിലനിർത്താനായിട്ട് സുകുമാരൻ നായർക്ക് പിന്തുണ നൽകേണ്ടത് ആവശ്യമാണെന്ന ധാരണയിലാണ് ചാണ്ടി ഉമ്മൻ തൻ്റേതായിട്ടുള്ള നിലപാട് ഇവിടെ വ്യക്തമാക്കിയത്. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനയെക്കുറിച്ചും KPCC അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ചുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ചാണ്ടി ഉമ്മൻ നയപരമായിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. MP മാരോ MLAമാരോ ആകുന്നത് KPCC അധ്യക്ഷനാകുന്നതിന് തടസ്സമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം മുൻപ് K സുധാകരൻ MP ആയിരുന്നു കൊണ്ട് തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തനങ്ങൾക്ക് ജനപ്രതിനിധി സ്ഥാനം ഒരു തടസ്സമല്ലെന്നും അർഹരായിട്ടുള്ള ഏത് നേതാവിനെയും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. എന്നാൽ ഇതിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വമാണെന്നും വ്യക്തിപരമായി താൻ അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വത തെളിയിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ NSSും KV ഗണേഷ് കുമാറും തമ്മിലുള്ള പോര് വെറുമൊരു സമുദായ തർക്കമായി മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ കൂടി സ്വാധീനിക്കുന്ന ഒന്നായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ ഈ ശക്തമായ നിലപാട് സുകുമാരൻ നായർക്ക് കൂടുതൽ രാഷ്ട്രീയ ബലം നൽകുകയും ഗണേഷ് കുമാറിൻ്റെ കടന്നാക്രമണങ്ങളുടെയൊക്കെ തന്നെ മൂർച്ച കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ശൈലികളെ മാറ്റി നിർത്തി ഒരു സംഘടനയുടെ നിലനിൽപ്പിനും ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തിനും മുൻഗണന നൽകണം എന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ മാറ്റങ്ങളിലും NSSൻ്റെയും കോൺഗ്രസിൻ്റെയും ഈ പുതിയ അടുപ്പവും സമുദായത്തിനുള്ളിലെ ധ്രുവീകരണവും എങ്ങനെയെല്ലാം പ്രതിഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കണ്ടറിയേണ്ടിയിരിക്കുന്നു.